തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ റെയിൽപാത പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയിൽ താൽപര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകും. റെയിൽവേയുടെ സാങ്കേതിക എതിർപ്പുകൾ ഉള്ളതിനാൽ കെ റെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് സർക്കാർ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സെയ്ഫ് സൈനുലാബ്ദീൻ ചെയ്യുന്നുണ്ട് വ്യക്തമായ റിപ്പോർട്ട് നൽകാനായി. സെയ്ഫ്, ഈ ബജറ്റിന്റെ തലേദിവസമാണ് നിർണായകമായി ഈ പ്രഖ്യാപനം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ റെയിൽ പദ്ധതി പൂർണ്ണമായും ഒഴിവാക്കി എന്ന് സർക്കാർ സമ്മതിക്കുകയാണ്. ഇനി മുന്നോട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ എന്താണ്? സർക്കാരിന്റെ നീക്കം എങ്ങനെയാണ്? കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് കേരളയിലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ജീന സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ ദൂരത്തിൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. പദ്ധതിക്കായി സംസ്ഥാനത്തിന്റെ താല്പര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിന് ഔപചാരികമായി തന്നെ കത്ത് നൽകും. അതിനാവശ്യമായ കൂടിയാലോചനകൾ നടത്താൻ വേണ്ടി ഗതാഗത വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കേന്ദ്രത്തിന്റെ തത്വത്തിലുള്ള അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ധാരണാപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. കേരളയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റെയിൽവേയുടെ സാങ്കേതിക എതിർപ്പുകൾ കാരണം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. കൂടാതെ ചില പ്രദേശങ്ങളിൽ ജനങ്ങളുടെ എതിർപ്പും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാൻ കാരണമായിട്ടുണ്ട്. നാളെ ഇതുവരെ ആയിട്ടും സംസ്ഥാനം സമർപ്പിച്ച DPRന് റെയിൽവേ അനുമതി നൽകിയിട്ടുമില്ല. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് അതിവേഗ റെയിൽ മറ്റൊരു തരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. ജീന, ശരി. സെയ്ഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.